പുനഃപരീക്ഷാ നടപടികൾ അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് ക്യാബിനറ്റ് സെക്രട്ടറി ഡോക്ടർ ടി.വി. സോമനാഥൻ. ക്യാബിനറ്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ NTA ഡയറക്ടർ ജനറലും പങ്കെടുത്തു. ബി ബാലഗോപാൽ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബാലു, പറയൂ. ആര്യ, നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവലോകനം ചെയ്യുന്നതിനാണ് ഇന്ന് ക്യാബിനറ്റ് സെക്രട്ടറി ഡോക്ടർ ടി.വി. സോമനാഥിൻ്റെ അധ്യക്ഷതയിൽ ഡൽഹിയിൽ ഉന്നതതല യോഗം ചേർന്നത്. ഈ യോഗത്തിൽ NDAയുടെ ഡയറക്ടർ ജനറലും അതുപോലെ തന്നെ മറ്റ് വിവിധ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഈ യോഗത്തിലാണ് ടി.വി. സോമനാഥൻ ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും ഒരാൾ ഈ പരീക്ഷാ നടപടികൾ അലങ്കോലപ്പെടുത്താനോ തടസ്സപ്പെടുത്താനോ ശ്രമിച്ചാൽ അവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ക്യാബിനറ്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് ഇത്തവണ ഈ നീറ്റ് പുനഃപരീക്ഷയുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് ഈ മേൽനോട്ടം വഹിക്കുന്നത്. അതായത് ഇന്ത്യയിലെ ഏറ്റവും പരമോന്നതമായ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലാണ് ഈ പരീക്ഷാ നടപടികൾ മേൽനോട്ടം വഹിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ പരീക്ഷാ ചോദ്യപേപ്പർ ഹബ്ബുകളിൽ നിന്ന് തയ്യാറാക്കിയ ഹൈദരാബാദിൽ നിന്നും അതുപോലെ തന്നെ അഹമ്മദാബാദിൽ നിന്നും വിവിധ പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. CRPFന്റെയും CASFന്റെയും ഉൾപ്പെടെയുള്ള കേന്ദ്രസേനാംഗങ്ങളുടെ സുരക്ഷയോടുകൂടിയാണ് ഈ പരീക്ഷാ പേപ്പറുകൾ കൊണ്ടുപോകുന്നത്. അതിന് വ്യോമസേന വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ ഉൾപ്പെടെ ഉപയോഗിക്കുമെന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പരീക്ഷയ്ക്ക് ശേഷം ഈ ഉത്തരക്കടലാസുകൾ, അതായത് OMR ഷീറ്റുകൾ ഈ വാല്യുവേഷൻ സെന്ററുകളിൽ കൊണ്ടുവരുന്നതും ഈ കേന്ദ്ര സേനാംഗങ്ങളുടെ സുരക്ഷയോട് കൂടിയായിരിക്കുമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിലാണ് ഇക്കാര്യത്തിൽ അവലോകനം നടത്തുന്നതിന് ക്യാബിനറ്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ഇന്ന് ഡൽഹിയിൽ ചേർന്നത്. 2 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും സമാനമായ രീതിയിൽ ഉന്നതതല യോഗം ചേരുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്.